മാനത്തെ വെള്ളി വിധാനിച്ച കൊട്ടാരം കാലത്തെ എന്നാ മീൻ കിട്ടീന്? മീനാ മീൻ കിട്ടിയിട്ടാ കൂന്തല കിട്ടീനി. അല്ലപ്പ കൂന്തല് പിന്നെ മീനൊന്നല്ല. കൂന്തൽ എന്നോട് ആരാ പറഞ്ഞ മീനാന്ന്? കൂന്തൽ മീനൊന്നല്ല കേട്ടാ, കടലിലെ ഒരു ജീവിയാണ്. കടലിലെ മഷിക്കുപ്പിന്ന് നീ പണ്ട് പഠിച്ചിട്ടേ അതാണ് സാധനം കേട്ടാ. മീന് കൂട്ടണ്ട ഇത് എന്നാ. ഓ അതെല്ലേ, അതേല്ല കൊമ്പ് റോസ്റ്റാക്കിക്കോ. റോസ്റ്റാ? അപ്പൊ നമ്മുടെ ചോന്ന കൂന്തലാണ്. ചോപ്പ് കളറല്ലേ? വെള്ള കളർ തോന്നുന്നു. വെള്ളല്ലേ ഇടക്കലും കൊണ്ടുവന്നാ ഈ കളറാ ഉണ്ടാവില്ല. മഷിയൊന്നും കാണുന്നില്ല. എന്താ മഷിന്ന് വരും. കറി വെച്ചാൽ നല്ല സുഖമാ. റോസ്റ്റാക്കുന്ന അധികം റോസ്റ്റാക്കല് തോന്നുന്നു അല്ലേ? എളുപ്പപ്പണിയല്ലേ? പണിയുണ്ടാ? പണിയല്ല, പണി പറഞ്ഞ അതിന്റെ ഈ മഷിയില്ലേ, അതെന്തോ ഒരു ട്രിക്ക് ഉണ്ട്. അല്ല, ഇങ്ങനെ എടുത്ത് കളയണ്ടേ. എന്താ അതിന്റെ വേസ്റ്റ് പൊട്ടാണ്ട് എടുക്കണം. അവര് പൊട്ടാണ്ട് നീ വേഗം എടുത്ത്. അപ്പൊ ഇതൊന്ന് വൃത്തിയാക്കട്ടെ. വഴുവഴുപ്പന്നത്. അപ്പൊ നമ്മുടെ കണവ കൂന്തൽ നല്ല വൃത്തി കഴുകിയിട്ടുണ്ട്. നല്ല ഉപ്പലിട്ട് നല്ല കഴുകി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് കുക്കറിൽ ഇട്ട് കൊടുക്കുന്നുണ്ടേ. വേവിച്ചെടുക്കണം അല്ലേ? ആദ്യം ഒന്ന് വേവിച്ചെടുക്കുക. നല്ല വെവുണ്ട് തോന്നുന്നു അല്ലേ? ഇനി മഞ്ഞൾപ്പൊടി കുറച്ച്, ഉപ്പ് പാകത്തിന്. അപ്പൊ ഇതൊന്ന് വേവിക്കണ്ടേ? വെള്ളം ഒഴിക്കണ്ടേ? വെള്ളം വരും, എന്നാലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കാം അല്ലേ? അപ്പൊ നമ്മുടെ കണവ വേവിച്ചെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇനി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ. ഇനി കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിട്ട് അപ്പോൾ ഇതിലേക്ക് ചേർക്കുന്ന ചേരുവകൾ നമ്മുടെ വെളുത്തുള്ളി, ഒരു സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് ഇഞ്ചി കഷ്ണം, കറിവേപ്പില, പച്ചമുളക്. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ അരിഞ്ഞു വെച്ച നമ്മുടെ സവാള, നമ്മുടെ ഉള്ളി, വലിയ ഉള്ളി അല്ലേ, നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കണ്ടേ. പെരിഞ്ജീരകം ഇതിൻ്റെ പൊടിയില്ല കേട്ടോ, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി കുറച്ചധികം ചേർക്കാം. അത്ര വേണ്ട. കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല പൊടിയെ, അപ്പോൾ നമ്മുടെ മസാലയിൽ പച്ചമണൽ മാറിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഒരു വലിയ തക്കാളി പേസ്റ്റ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റോസ്റ്റിന് വേണ്ടുന്ന മസാല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ലേശം ഉപ്പിടുക. ഉപ്പ് നമ്മൾ മറ്റേൽ വേവിക്കുമ്പോൾ ഇട്ടതാണ്. മസാല തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ മസാല തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ച നമ്മുടെ കൂന്തൽ, ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച നമ്മുടെ കൂന്തലും കൂടി ഇട്ട് കൊടുക്കുക. കഴിക്കുമല്ല. അപ്പോൾ നമ്മുടെ മസാല കിടന്നിട്ട് നമ്മുടെ കൂന്തലൊന്ന് വിട്ടെ റോസ്റ്റായി വരട്ടെ അല്ലേ? ഉപ്പുണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്തു. എന്താ ഇല്ല, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക.
അങ്ങനെ നമ്മുടെ കൂന്തൽ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അല്ലേ? ഇതാ ഓക്കെ. ഇനി പെട്ടെന്ന് കുളിക്കാനുണ്ട്. ഡ്യൂട്ടിക്ക് ഇന്ന് ഈവനിങ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഓക്കെ കഴിച്ചിട്ട് പോകണം അല്ലേ? വേഗം കുളിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടിക്ക് പോകാൻ തയ്യാറായ ഈവനിങ് ഡ്യൂട്ടിയാണ്. അപ്പോൾ കുറച്ച് ചോറ് വെച്ചിട്ട് വേഗം പോകണം. ഇത് നടന്നിട്ടാ പോലെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ കറി ഇതാ പുളിശ്ശേരി ഉണ്ട്. ഇത് ഇന്നലത്തെ പുളിശ്ശേരിയാണ്. നമ്മുടെ വെടുപ്പുളി നാരങ്ങ അച്ചാറ്. അതുപോലത്തെ ഇന്നത്തെ സ്പെഷ്യൽ നമ്മുടെ കൂന്തൽ കുറച്ചെടുക്കാം. എല്ലാവർക്കും എത്തേണ്ടതാണ്. നോക്കട്ടെ. നല്ല അടിപൊളി റോസ്റ്റ് കേട്ടോ. സൂപ്പർ. നമ്മൾ കപ്പക്ക പുളിങ്കറിയാണ്. ഇന്നലെ വെച്ചതിന് ബാക്കിയാണ്. ഇന്നത്തേക്ക് നല്ല ടേസ്റ്റാണ് കപ്പക്ക പുളിങ്കറി. എന്നാ പിന്നെ കഴിക്കട്ടെ.